ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. തക്കാളിപ്പോള റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 3 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ റോസ്മെല്ലൊന്ന് മാറി കിട്ടുന്നത് വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് വേണ്ട മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന സമയത്ത് അത് മിസ്സായി പോയതാണ്. എന്നിട്ട് ഇതിൻ്റെ റോസ്മെല്ലൊന്ന് മാറി കിട്ടുന്നത് വരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കനോ ബീഫോ മട്ടനോ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് ബീഫ് സാധാരണ ബീഫിൽ ചേർത്ത് കൊടുക്കാറുള്ള മസാല പൗഡറെല്ലാം ചേർത്ത് വേവിച്ച് വെച്ചതായിരുന്നു. അത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സാക്കി റെഡിയാക്കി എടുത്തതിന് ശേഷം മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒഴിക്കാനുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 5-6 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടിയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ല എങ്കിൽ 6 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർത്താൽ മതി. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിൻ്റെ മസാലയുണ്ടല്ലോ, അത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ബാറ്റർ നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി സ്റ്റൗവിൽ ഇതുപോലൊരു പഴയ പാൻ വയ്ക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ടാണ് നമ്മുടെ പോള റെഡിയാക്കി വെക്കുന്ന പാൻ വയ്ക്കുന്നത്. അതിന് മുകളിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒഴിച്ച ഉടനെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഈവനായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ശേഷം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ കുറച്ച് വെളുത്ത എള്ളും അതുപോലെ തന്നെ കുറച്ച് ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമ്മുടെ തക്കാളിപ്പോളയാണല്ലോ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി ഇതുപോലെ നീളത്തിൽ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ നമ്മളൊരു ക്യാരറ്റിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ശേഷം അടപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും അടിവശവും ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി മുകൾ വശം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു പാനിലേക്ക് നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും മുകൾ വശവും നന്നായിട്ട് റെഡിയായിട്ട് വരും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.